നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ആറളം ഫാമിൽ വൃദ്ധദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഡിഎഫ്ഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നലെ ആറളത്തും അടുത്തിടെ കണ്ണൂരിലാകെയും 16 പേരുടെ ജീവൻ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടും സർക്കാരും വനംവകുപ്പും മയക്കത്തിലാണെന്നും ജനങ്ങളുടെ ചോദ്യത്തിന് മുഖം തിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പലതവണ ആവശ്യപ്പെട്ടിട്ടും അപകടകരമായ സാഹചര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആനമതിൽ ഉൾപ്പെടെ ഭരണാനുമതി ലഭിച്ചിട്ടും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആറളത്ത് നടന്ന വന്യജീവി ആക്രമണത്തിൽ 2 പേർ മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ DFO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോഗിച്ച പോലീസുകാരെയും പ്രവർത്തകരെയും ആർമത്തെ ആനശല്യം തടയുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നെങ്കിൽ ഇന്നലെ അവിടെ ഉണ്ടായ പ്രോത്സാഹനവും രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആദിവാസികളുടെ ധാരണ ഉണ്ടാകുമായിരുന്നു. സർക്കാർ ഈ കാര്യത്തിൽ ഉറക്കം നോക്കുക. കേരളത്തിലെ ഒരു ബിഷപ്പ് പറഞ്ഞത് മയക്കുപടി കൊണ്ട് പലർക്കല്ല, മറിച്ച് കേരളത്തിലെ വനമന്ത്രിക്കല്ല അദ്ദേഹത്തിന് മയക്കുപടി എന്ന അവസ്ഥയാകുന്നത്. ഇല്ലാത്ത സംഭവത്തിൽ ആദിവാസി ജനവിഭാഗങ്ങൾക്കുണ്ടായ വേദന എന്താണ്? അവർക്കിവിടെ മുന്നിൽ സൂചിപ്പിച്ചതുപോലെ ആനമതിലിന് വേണ്ടി ആവശ്യപ്പെട്ടത് ഞാൻ തന്നെയാണ് MLA എന്ന നിലയിൽ. ആവശ്യം ഉന്നയിച്ചത് 2018-ലാണ്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് കൃത്യമായ രീതിയിൽ നിറവേറ്റാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ ഉദ്ഘാടകൻ ശ്രീ സണ്ണി ജോസഫ് MLA ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നാളെ MLA ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിൽ ഒരു ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപവാസത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളൊക്കെ പരിശോധിക്കണം. ഒരു നാട്ടിൽ 16 ജീവനുകൾ പൊലിഞ്ഞിട്ട് പോലും ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല. നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ സർക്കാർ സത്യത്തിൽ ഉറക്കം തൂങ്ങുകയാണ് ഈ വിഷയത്തിൽ. ആനമതിലിന്റെ നിർമ്മാണം ഭരണാനുമതി ലഭിച്ച് 5 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് അതിന്റെ പ്രാരംഭഘട്ട വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അതിന്റെ നടപടികൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് താഴേക്കടയിലുള്ളവർക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിലോട്ട്, റോബർട്ട് വെള്ളാമ്പള്ളി, മോസിൻ കാദിയോട്, സുധീഷ് വെള്ളച്ചാൽ, റിൻസ് മാനുവൽ, മഹിത മോഹൻ, മിഥുൻ മാറോളി, സൗമ്യ N, ഫർഹാൻ മുണ്ടേരി, അതുൽ MC, പ്രിനിൽ മധുക്കോത്ത്, രാഹുൽ മേഖലേരി, വരുൺ MK, നിതിൻ നടുവനാട്, റിജിൻ രാജ്, അമൽ കുറ്റ്യാട്ടൂർ, രാഹുൽ PP എന്നിവർ സംസാരിച്ചു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 2 തവണ ജലപീരങ്കി ഉപയോഗിച്ചു. സമഗ്ര ന്യൂസ് കണ്ണൂർ.